പശ്ചാത്തപിക്കാൻ പാടില്ല തമ്പുരാൻ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഔസേപ്പേട്ട, കുമ്പസാരത്തിന് വലിയ പശ്ചാത്താപം വേണ്ട. കാരണം കണ്ടമാനം പശ്ചാത്തലത്തെ താങ്ങാനുള്ള ഹൃദയശേഷിയില്ല ആൾക്ക്. നിങ്ങൾ മനസ്സിലാക്കണം, ഇയാളുടെ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം. ഇയാളിതെല്ലാം കൂടി ഒന്ന് ആലോചിച്ച്, എൻ്റെ അമ്മയോ ആ പാപ ഈ പിന്നെ എനിക്ക് കുമ്പസാരിപ്പിക്കാൻ പറ്റുണ്ടാവില്ല. ഞാൻ പറഞ്ഞു, ഔസേപ്പേട്ട, കഠിനമായ പശ്ചാത്താപം വേണ്ട, വളരെ ലളിതമായിട്ട് പശ്ചാത്തപിച്ചാൽ മതി. ഇത് കേട്ടിട്ട് നിങ്ങൾ സന്തോഷിക്കണ്ട. നാളെ കുമ്പസാരത്തിൽ ലളിതമായിട്ടല്ല, അത് ICUയിൽ വെച്ചിട്ട് നമുക്ക് ലളിതമായിട്ട് കുമ്പസാരിപ്പി. പശ്ചാത്താപം ഇവിടെ കഠിനമായിട്ടുള്ള പശ്ചാത്തലമാണ്. അപ്പൊ ആളൊന്ന് ചിരിച്ചു എൻ്റെ മുഖത്ത് നോക്കിയിട്ട്. അപ്പൊ ഞാൻ കുമ്പസാരം തുടങ്ങുന്ന സമയത്ത് പിന്നെ ഞാൻ ആലോചിച്ചു, ദൈവമേ, കുമ്പസാരം കഴിയുമ്പോഴേക്കും ആള് തട്ടിപ്പോയാലത്തെ സ്ഥിതി എന്താവും, ഈ അച്ഛൻ എന്തുട്ടാ കാട്ടിയതല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു, ഔസേപ്പേട്ട, ഇപ്പൊ രണ്ടാമത്തെ എന്താ, പാപങ്ങളൊക്കെ ക്രമമായി